ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇമ്മക്ക് എന്തോ മീറ്റപ്പ് ഉണ്ട് പോലും. ഉമ്മക്ക് വെറും ഇപ്പോൾ ഇതന്നെയാണല്ലോ പണി. ഞാൻ കുറേ വീഡിയോയിലായാലും കാണിക്കുന്നത് എന്താ ചെയ്യുക. അപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ നറുക്കൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഞാനും ഉമ്മയും കൂടി പോവുകയാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ എന്നെ വിളിച്ചിക്കണ്, ഇക്കാക്കനെ വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കാക്ക ഓന് പണി കഴിഞ്ഞ് എത്താത്തതിനോണ്ട് പിന്നെ ഞാൻ അപ്പോഴത്തേന് വീട്ടിലെത്തിയപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞ് ഒറ്റക്കാരനോട് എന്നാൽ ഞാനും വരാമെന്ന്. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയാണ് പോണത്. വേറെ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ പോണത്. പിന്നെ ഇവർ വൈമെന്ന് കണ്ടതിനുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞതെന്നല്ലാതെ ഇവരാരും കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഞാനും ഉമ്മയും കൂടി പോവാണ്. എല്ലാവരും അവിടെ എത്തിക്കണ്, നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. യാത്ര പറച്ചിലിനൊക്കെ ശേഷം ഞാനും ഈ ഓട്ടോ കയറാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ഓട്ടോന് കാത്ത് നിന്ന് വൈമ കൂടി പോണ ആൾക്കാരൊക്കെ നമ്മളെ നോക്കി കഥ പറയാം. എന്താ ഇവള് മെലിഞ്ഞിക്കണല്ലോ, എന്താ ഇവള് കറുത്തിക്കണല്ലോ, എന്തൊക്കെ ഓരോരുത്തർക്ക് അറിയേണ്ടത്. അങ്ങനെ പറഞ്ഞ് ഒരു കാലി ഓട്ടോറിക്ഷ പോയി ഗൈസ്. ഗൈസിൻ്റെ മുഖത്തേക്കൊക്കെ എൻ്റെ മുഖത്തിനെക്കാട്ടി വലിയൊരു വൃത്തികെട്ട കുരു വന്നിക്കണ് ഗൈസ്. എന്താ പക്കാ 1.5 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ഓട്ടോ കിട്ടി. ഞാനും ഉമ്മയും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. സ്ഥലം എത്തിയപാടന്നെ ഗൈസ് മറ്റാൾക്ക് ഗിഫ്റ്റ് പിടിക്കാൻ കുറവാണ്, വലിയ കവറാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈമ തിന്നിട്ട് മുന്നിൽ വേഗം പോണ പോക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേനൊക്കെ എല്ലാവരും എത്തിക്കണം കേട്ടോ. പിന്നെ കുറേ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇവരല്ലെങ്കിൽ കുറേ ആളുണ്ടാവുന്നുണ്ട് കൂടുമ്പോൾ. കുറച്ചാൾ വന്നിട്ടില്ല തോന്നുന്നുണ്ട്. കുറേ ആൾക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് ആരും അങ്ങനെ എത്തിയിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ വരാമെന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും വന്നിക്കണ്. അപ്പോൾ ഒരു പോയപ്പാട് വീണ്ടും ഓരോ സൊറ പറച്ചിലൊക്കെ തുടങ്ങിക്കണ്. എല്ലാവരും കയ്യിൽ ഗിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പോയപാട് കുറേ നേരം ഇങ്ങനെ പോസ്റ്റായി എന്തായി അവിടെ ഇരുന്ന് ഗൈസ്. പിന്നെ ഇതാ ഇവർ എവിടെ പോയാലും അറിയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ മാതിരി ഇതാ ഓരോരുത്തരുടെ കുടുംബക്കാരൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത്. അങ്ങനെ ഓരോടൊക്കെ കുറേ സംസാരിച്ച് പിന്നെ അവരെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ ആർക്കൊക്കെ കിട്ടിയെന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലാണ്. ഞാൻ ഓരോ ഗിഫ്റ്റൊക്കെ തൊട്ട് ഗൈസ്, ഒരു ഐഡിയയും ഇല്ല. പിന്നെ നമ്മൾ ഈവനിങ് പോയതുകൊണ്ട് തന്നെ ചായയും കടിയൊക്കെ ഓർഡർ ചെയ്തു, ചായ കുടിച്ചു. പിന്നെ എല്ലാവരും ഇതാ തിന്നണ തിരക്കിലാണ് ഗൈസ്. പിന്നെ ആ നടുവിൽ അവിടെ അറ്റത്തിരിക്കുന്നതാണ് ഇവരെ ഗ്യാങ്ങിലെ മെയിൻ, അങ്ങനെയൊക്കെ എന്നോട് പറയാൻ പറഞ്ഞിന്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് തന്നെ ഇതാ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ശരിക്കും ഇവർ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ ഇതിൽ ഏറ്റവും നല്ല രസമായത്. കാരണം അവർക്ക് രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് കിട്ടിയത്. അതാണ് എല്ലാവരും നെട്ടിച്ച വേറൊരു കാര്യം. ശരിക്കും ഇവർ തമ്മിൽ എന്തോ ഒത്ത് കളിക്കുന്ന മാതിരിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ആൾക്കാർ ഗിഫ്റ്റ് പരസ്പരം കൈമാറി ഗൈസ്. ഇതൊക്കെ നമ്മൾ എൻ്റെ ഒരു ഓർമ്മയിൽ ചെറുപ്പത്തിൽ ചെയ്ത കാര്യമാണ് നമ്മളൊക്കെ. പക്ഷെ ഇവരൊക്കെ ഇത്ര പ്രായമായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മളിപ്പോഴൊന്നും ചെയ്യലേ ഇല്ല, അടുത്തൊന്നും ചെയ്തിട്ട് തന്നെ ഇല്ല ഗൈസ്. പിന്നെ വരാത്ത ആൾക്കാരൊക്കെ കുറേ ഇങ്ങനെ ഓരോരുത്തർ കൈമലൊക്കെ കൊടുത്തയച്ചിക്കണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് ഗിഫ്റ്റ് എല്ലാവരും കൈമാറി കഴിഞ്ഞു. അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പരിപാടി ഒക്കെ അവസാനിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഈ ഗിഫ്റ്റിന് നറുക്ക് വരെ എടുത്തതിനുകൊണ്ട് അത് കൊടുക്കാൻ എല്ലാവരും ഒന്ന് മീറ്റാക്കിയതാണ്. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. കുറേ ആൾ ലോങ്ങിലുള്ളവരൊക്കെയാണ്. നമ്മളിവിടെ അടുത്ത് തന്നെ ഇനി, അപ്പോൾ നമുക്ക് വേഗം ഇങ്ങോട്ട് വരാനുള്ള ദൂരമുള്ളൂ. പക്ഷേ ഓരോരുത്തർ ഇതിനായിട്ട് ദൂരത്തുനിന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇവരെ കഥ പറച്ചിൽ ഏത് കാലത്തും കഴിയില്ല. പക്ഷേ എപ്പോൾ മീറ്റാക്കിയാലും ഇങ്ങനെയാണ്. ഒരാൾ നല്ല ലേറ്റായിട്ട് ലോങ്ങിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരാ ടൈമിലാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇത് വരാത്ത ആർക്കും ഉള്ള ഗിഫ്റ്റാണ്, ഇവർ വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരും സംസാരിച്ചൊക്കെ ചെയ്ത് വളരെ സന്തോഷമായി ഗൈസ് എല്ലാവർക്കും. അപ്പം വേറൊരു സ്ഥലത്ത് വെച്ച് ഇനി മീറ്റാക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിൽ എല്ലാവരും പിരിയാണ്. പിന്നെ ഇതിൽ കുറേ ആൾ ഗൾഫിലൊക്കെ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പിരിയുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ ബൗണ്ടി ഇവരെ ഗ്യാങ്ങിൽ മെയിനായിട്ടുള്ള ആളെനിക്ക് വാങ്ങി തന്നതാണ്. ഇപ്പം പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ കരിയുണ്ട് ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോൾ കിട്ടിയപ്പോൾ ഓനും ഹാപ്പി. പിന്നെ ഞാനവിടെ മൊയ്തടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കും വാങ്ങി തന്നതാണ് ഗൈസ്. അങ്ങനെ യാത്ര പറഞ്ഞ് എല്ലാവരും പിരിയാണ് ഗൈസ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളും അവിടെ നിന്ന് പിരിഞ്ഞു. നമ്മൾ തറവാട്ടിലേക്ക് ഒന്ന് പോകണം. എന്താ മകളുടെ പറയുമ്പോൾ
അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ തറവാട്ടിലെത്തിയപ്പോൾ ഗൈസ് ശേഷം അത് അവിടെ എന്ത് MBBSൻ്റെ എക്സാമൊക്കെ കൊണ്ടുവരും ഭയങ്കര പഠനത്തിലാണ് ഗൈസ്. മറ്റാൾ സ്കൂളിലെ ടോപ്പറാണ്, സ്കൂൾ ലീഡറാണ് ഗൈസ്. മാഷാ അല്ലാ. അപ്പോൾ നാളെ LSSൻ്റെ എന്തോ എക്സാം ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. വലിയമ്മ അതെന്തോ പൂളക്കറിയിട്ട് ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.